മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച ബസ് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കട്ടപ്പുറത്താണ്. മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആൾ കൂടുമെന്ന് പറഞ്ഞ നവകേരള ബസ് എന്തു ചെയ്യണമെന്നറിയാതെ സർക്കാരും KSRTC അധികൃതരും നട്ടം തിരിയുകയാണ്. നവകേരള സദസ്സിന് പിന്നാലെ ബസ് KSRTCക്ക് സർവീസ് നടത്താൻ കൈമാറിയിരുന്നു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം ബസ്സായി സർവീസും ആരംഭിച്ചിരുന്നു. എന്നാൽ ആരും കയറാതായതോടെ സർവീസ് അവസാനിപ്പിച്ച് കോഴിക്കോട് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്താക്കിയിരിക്കുകയാണ് നമ്മുടെ നവകേരള ബസ്. പണിയൊന്നുമില്ലെങ്കിലും റൂട്ടിലിറക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാത്തതിനാൽ റീജിയണൽ വർക്ക്ഷോപ്പിൽ ബസ് ഇനിയും തുടരാനാണ് സാധ്യത. മെയ് 5-നാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നവകേരള ബസ് സർവീസ് ആരംഭിച്ചത്. ഒരു മാസത്തോളം സർവീസ് കുഴപ്പമില്ലാതെ പോയി. യാത്രക്കാർ കുറഞ്ഞതോടെ സർവീസ് ഇടയ്ക്കിടെ റദ്ദാക്കി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമായി യാത്ര. ഇതിനിടയിൽ യാത്രക്കാർ ഇല്ലാതെ വന്നതോടെ സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഇക്കാര്യം വാർത്തയായതോടെ ഒരാൾ പോലുമില്ലാതെ ബസ് വീണ്ടും റോഡിലിറക്കി. വഴിയിൽ നിന്ന് കൈ കാണിച്ചു പോലും ഒരാൾ കയറാനില്ലാതെ ആ ഓട്ടവും നാണക്കേടാവുകയായിരുന്നു. ഇതോടെ ജൂലൈ 21-ന് ശേഷം നവകേരള ബസ് സർവീസ് നടത്തിയിട്ടില്ല. അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കോഴിക്കോട് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിൽ എത്തിച്ച ബസ് കട്ടപ്പുറത്ത് പൊടി പിടച്ചു കിടക്കുകയാണ്. ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് പിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതെന്നാണ് വിവരം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം കോഴിക്കോട് ഡിപ്പോ അധികൃതർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോഴിക്കോട് നിന്നാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. എന്നാൽ ഇതുവരെയും ഈ ബസ് സംബന്ധിച്ച ഒരു തീരുമാനവും തിരുവനന്തപുരത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഓണത്തിന് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഓണമാകുമ്പോഴേക്കും ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് KSRTC കോഴിക്കോട് ഡിപ്പോയിലെ അധികൃതർ പറയുന്നുണ്ട്. ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ബസ് നേരത്തെ സർവീസ് നടത്തിയിരുന്നത്. ആധുനിക രീതിയിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ 26 പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. ഫുട്ബോൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ശുചിമുറി, വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളും ഈ ബസ്സിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രക്കിടയിൽ വിനോദത്തിനായി TVയും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ആവശ്യാനുസരണം അവരുടെ ലഗേജ് സൂക്ഷിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും ഈ ബസ്സിനുണ്ട്. 1250 രൂപയോളമാണ് ടിക്കറ്റ് ചാർജ്. എവിടെ നിന്ന് എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് നൽകണം. പുലർച്ചെ 4-ന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ ബംഗളൂരുവിലെത്തി ഉച്ചതിരിഞ്ഞ് 2:30-ന് തിരിച്ചു പോരുന്ന രീതിയിലാണ് ഈ ബസ്സിൻ്റെ സമയക്രമം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് യാത്രക്കാരെ നവകേരള ബസ് ഉപേക്ഷിക്കാൻ കാരണമാക്കിയത്. AC സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് 800 രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബംഗളൂരു ടിക്കറ്റ് ചാർജ്. ഒരു ദിവസം 40,000 രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാനാകൂ. എന്നാൽ പല ദിവസങ്ങളിലും 5ഉം 6ഉം യാത്രക്കാരുമായി സർവീസ് നടത്തേണ്ടി വന്നു. ഇതോടെയാണ് ഈ ബസ്സിൻ്റെ സർവീസ് നിർത്താൻ KSRTC തീരുമാനിച്ചത്.